പ്രിയപ്പെട്ടവരെ, ഇന്നേ ദിവസം നമ്മൾ ചർച്ച ചെയ്യുന്നത് യേശു ദൈവപുത്രൻ എന്നുള്ള വിഷയത്തെ പറ്റിയാണ്. ഭൂരിഭാഗം ക്രിസ്ത്യാനികൾക്കും കത്തോലിക്കർക്കും എല്ലാം യേശു ദൈവം തന്നെയാണ്, ദൈവപുത്രനാണ്. ദൈവം എന്ന ദൈവത്തിൻ്റെ മൂന്നാളുകളിൽ ഒരാളാണ് യേശു എന്നാണ് കത്തോലിക്കരും മറ്റു ക്രിസ്ത്യാനികളും വിശ്വസിക്കുന്നത്. അതിൽ വളരെ ചെറിയൊരു വിഭാഗത്തിന് മാത്രമാണ് യേശു ദൈവപുത്രനല്ല, കേവലം ഒരു പ്രവാചകനാണെന്നൊക്കെ അല്ലെങ്കിൽ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവനാണെന്നൊക്കെ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ മറ്റു മതങ്ങളിലുള്ളവർ, പ്രത്യേകിച്ച് യഹൂദന്മാർ, യേശുവിനെ ഒരു പ്രവാചകനായിട്ട് പോലും കണക്ക് കൂട്ടുന്നില്ല. യേശുവിനെ എന്തൊക്കെയോ കാര്യങ്ങൾ അന്നത്തെ കാലത്ത് എന്തൊക്കെയോ കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞ് നടന്ന കേവലം ഒരു തീവ്രവാദിയായ ഒരു യഹൂദ പയ്യൻ എന്നുള്ള രീതിയിലൊക്കെയാണ് കാണുന്നത്. അതുപോലെ തന്നെ പിന്നീട് മുസ്ലിമുകൾ അല്ലെങ്കിൽ ഇസ്ലാം മതം വന്നപ്പോൾ അവർ യേശുവിനെ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട പ്രവാചകനായിട്ടാണ് കാണുന്നതെങ്കിലും യേശുവിൻ്റെ ദൈവത്വത്തെ അവർ ചോദ്യം ചെയ്യുന്നുണ്ട്. അവർക്ക് ബൈബിളിലെ കാര്യങ്ങളെല്ലാം അവർക്ക് വിശ്വാസമുണ്ട്, അല്ലെങ്കിൽ യേശു പറഞ്ഞതും ചെയ്തതുമായിട്ടുള്ള എല്ലാ പ്രവൃത്തികളും അവർ അംഗീകരിക്കുന്നുണ്ട്. പക്ഷേ യേശുവിൻ്റെ ദൈവത്വത്തെ അവർ അംഗീകരിക്കുന്നില്ല. കാരണം ദൈവത്തിന് മകനുണ്ടാവാനായിട്ട് പാടില്ല, അല്ലെങ്കിൽ അത് സാധ്യമല്ല എന്നുള്ള കാര്യമാണ് അവർ പറയുന്നത്. അതാണ് മെയിനായിട്ട് ക്രിസ്ത്യാനിറ്റിയെ അവർ റിജക്റ്റ് ചെയ്യുന്നതിനുള്ള പ്രധാന കാരണം. യേശുവിനെ അവരൊരു പ്രവാചകനായിട്ട് അംഗീകരിക്കുന്നു, ബഹുമാനിക്കുന്നുണ്ട്. അല്ലെങ്കിൽ യേശു രണ്ടാമത്തെ വരവിൽ അവസാന ദിവസത്തിൽ യേശു തന്നെയാണ് ഭൂമിയിൽ പ്രത്യക്ഷനാകുന്നു എന്നുള്ളതാണ് അവർ പറയുന്നത്. അപ്പോൾ എന്താണ് ബൈബിൾ അല്ലെങ്കിൽ ബൈബിൾ പറയുന്നത് എന്നുള്ളതിനെ പറ്റി നമുക്കൊന്ന് ചിന്തിക്കാം. നമുക്കറിയാം, യേശുവിനെ പറ്റി വളരെ കൃത്യമായിട്ട് എഴുതിയിട്ടുള്ളത് അല്ലെങ്കിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത് ബൈബിളിൽ മാത്രമാണ്. നമുക്ക് അന്നത്തെ കാലഘട്ടത്തിലെ പല ചരിത്ര ഗ്രന്ഥങ്ങളിൽ എടുത്തു നോക്കി കഴിഞ്ഞാൽ അറിയാൻ കഴിയുന്നത് ഇങ്ങനെയുള്ള ഒരാൾ അവിടെ ജീവിച്ചിരുന്നു, അവർ യഹൂദ ജനത്തിൻ്റെ ഇടയിൽ ഇങ്ങനെ ഒരാൾ ജീവിച്ചിരുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചിരുന്നു, പല അത്ഭുതങ്ങളും കാണിച്ചിരുന്നു എന്നൊക്കെ പല ചരിത്രകാരന്മാർ, അന്നത്തെ റോമ സാമ്രാജ്യത്തിലെ പല ചരിത്രകാരന്മാർ എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ യേശുവിൻ്റെ കുരിശുമരണത്തെ പറ്റിയൊക്കെയുള്ള രേഖകളൊക്കെ നമ്മൾ കണ്ടെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ യേശുവിൻ്റെ കുറ്റമായിട്ട് പലരും അന്ന് കണ്ടിട്ടുള്ളത് യേശു ദൈവമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ പേരിലാണ് അദ്ദേഹത്തെ കുരിശിൽ തറച്ചത് എന്നുള്ളതൊക്കെയാണ് ചരിത്രപരമായിട്ടുള്ള ഗ്രന്ഥങ്ങളിലൊക്കെ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത്. അപ്പോൾ യേശുവിനെ ഏറ്റവും വ്യക്തമായിട്ട് എഴുതിയതും യേശുവിനെ പറ്റി വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ളതും ബൈബിളിൽ മാത്രമാണ്. നമുക്കറിയാം, ബൈബിൾ ഒരു മതഗ്രന്ഥം മാത്രമല്ല, അതൊരു ബൈബിളിനെ യേശു എഴുതിയ ഗ്രന്ഥമല്ല ബൈബിള്. യേശുവിൻ്റെ മരണശേഷം യേശുവിൻ്റെ കൂടെയുള്ള ശിഷ്യന്മാരും അവരുടെ സഹായികളും അതുപോലെ തന്നെ തുടർന്നു വന്ന ക്രൈസ്തവ സഭയിൽ നിന്നുണ്ടായതാണ് ബൈബിൾ എന്നുള്ള ഗ്രന്ഥം. അതിൽ പല കാലഘട്ടത്തിൽ പെടുന്ന ഗ്രന്ഥങ്ങളുണ്ട്. പലതും യഹൂദ പാരമ്പര്യത്തിലുള്ളതാണ്. പഴയ നിയമം എന്ന് പറയുന്ന യഹൂദ പാരമ്പര്യങ്ങളിൽ നിന്നുള്ള പുസ്തകങ്ങളുണ്ട്. അതുപോലെ തന്നെ പുതിയ നിയമം മുഴുവനായിട്ടും യേശുവിൻ്റെ മരണശേഷം ഉണ്ടായതാണ്. അപ്പോൾ യേശുവിനെ അടുത്തറിഞ്ഞതും യേശുവിനെ അനുഭവിച്ചതുമായിട്ടുള്ള ഒരു കൂട്ടം ജനം എഴുതിയിട്ടുള്ള പുസ്തകമാണ് പുതിയ നിയമം എന്നുള്ള പുസ്തകം. അപ്പോൾ മെയിനായിട്ട് ഇസ്ലാം മതവിശ്വാസികൾ പലരും ആർഗ്യൂ ചെയ്യുന്നതായിട്ട് നമ്മൾ കണ്ടു. ബൈബിളിൽ ദൈവപുത്രനാണ് യേശു, അല്ലെങ്കിൽ യേശു ദൈവമാണെന്ന് എവിടെയെങ്കിലും പറയുന്നുണ്ടോ, അല്ലെങ്കിൽ യേശു തന്നെ ക്ലെയിം ചെയ്തിട്ടുണ്ടോ ഞാൻ ദൈവമാണെന്ന്, എന്നെ ആരാധിക്കാൻ പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളതൊക്കെ അവർ പലപ്പോഴും ചോദിക്കാറുണ്ട്. കാരണം ഖുറാനിലൊരു ഭാഗത്ത് എഴുതി വെച്ചിട്ടുണ്ട്, ഇതിനു മുമ്പ് ഉള്ള നിയമഗ്രന്ഥം, ഇതിനു മുമ്പ് എഴുതപ്പെട്ടിരിക്കുന്ന ഗ്രന്ഥം നിങ്ങൾ വായിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ അതിൽ എഴുതപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഒരു പരിധിവരെ അവർക്ക് ബൈബിള് പറയുന്ന കാര്യങ്ങൾ ശരിയാണെന്ന് അല്ലെങ്കിൽ അത് വിശ്വസിക്കാനായിട്ട് അവർ നിർബന്ധിതരാവുന്നുണ്ട്.
കാരണം ഖുറാൻ ബൈബിളിനെ പറ്റി സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ഖുറാനിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ശരിയാണെന്ന് പറയണമെങ്കിൽ ബൈബിളിൽ പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും തെറ്റാണെന്ന് അവർ കണ്ടെത്തണം, അല്ലെങ്കിൽ തെറ്റാണെന്ന് അവർക്ക് സമർത്ഥിക്കണം. അപ്പോൾ അതുകൊണ്ട് പല വചനങ്ങളും എടുത്തുകൊണ്ട് ബൈബിൾ അസംബന്ധമാണ്, അല്ലെങ്കിൽ അത് തെറ്റുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് അവർ പറയാറുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ഇസ്ലാം മതവിശ്വാസികളായിട്ടുള്ള സഹോദരങ്ങൾക്കും വേണ്ടി കൂടിയാണ് ഈ വീഡിയോ. അപ്പോൾ യേശു ദൈവമാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? അതാണ് പ്രധാനപ്പെട്ട ഒരു ചോദ്യം. അപ്പോൾ യേശുവിൻ്റെ പ്രത്യേകത, യേശു സംസാരിക്കുന്നതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ബൈബിൾ വായിച്ചിട്ടുള്ളവർക്കറിയാം. കാരണം യേശു എപ്പോഴും ഒരു ഉപമയുടെ ഒരു പിൻബലത്തിലാണ് എല്ലാ കാര്യങ്ങളും സംസാരിക്കാറുള്ളത്, അല്ലേ? പലപ്പോഴും പല പ്രധാനപ്പെട്ട കാര്യങ്ങൾ യേശു വളരെ ഡയറക്റ്റായിട്ട് പറയാറില്ല, എപ്പോഴും ഇൻഡയറക്റ്റായിട്ടാണ് സംസാരിക്കാറുള്ളത്. അത് യേശുവിൻ്റെ പ്രത്യേകതയായിരുന്നു. വളരെ അടുപ്പമുള്ളവർക്കായിട്ടുള്ള ശിഷ്യന്മാർക്ക് മാത്രമാണ് അത് വിശദീകരിച്ച് കൊടുക്കുക പോലും ചെയ്തിട്ടുള്ളത്. കാരണം വളരെ മർമ്മപ്രധാനമായിട്ടുള്ള, വളരെ മൂല്യമുള്ള പല കാര്യങ്ങളും വെറുതെ പറയാനായിട്ട് യേശു തുനിയാറില്ല. അതോടൊപ്പം തന്നെ പല കാര്യങ്ങളും ഉണ്ട് അതിൽ. നമുക്ക് യേശുവിൻ്റെ മനസ്സ് പൂർണ്ണമായിട്ട് വായിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ലെങ്കിലും പലപ്പോഴും നമുക്കറിയാം പല കാര്യങ്ങൾ അന്നത്തെ യഹൂദജനത്തിൻ്റെ മുന്നിൽ വെട്ടി തുറന്ന് പറയുകയാണെങ്കിൽ അപ്പോൾ തന്നെ യേശുവിനെ പിടിച്ചു കൊണ്ടുപോയി അവർ ക്രൂശിക്കാനായിട്ട് കൊണ്ടുപോകും. കാരണം യേശു ദൈവമാണെന്ന് പരസ്യമായിട്ട് യേശു പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ കുറ്റം. കാരണം ദൈവത്തിൻ്റെ നാമം പോലും അന്നത്തെ കാലഘട്ടത്തിൽ ഉരുവിടാനായിട്ട് അനുവാദമുണ്ടായിരുന്നില്ല. കാരണം ഒരാൾ ദൈവമാണ്, ദൈവപുത്രനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു കാരണം മതി തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അപ്പോൾ തന്നെ യേശുവിനെ കല്ലെറിയാനും യേശുവിനെ കുരിശിൽ തറയ്ക്കാനും ആ ഒരു കാരണം മാത്രം മതി. അപ്പോൾ അതുകൊണ്ട് യേശു പല കാര്യങ്ങളും തൻ്റെ സമയം വരെ വെയിറ്റ് ചെയ്തു. അതായത് അവനറിയാമായിരുന്നു ഇന്ന കാര്യങ്ങൾ ഇപ്പോൾ സംസാരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ താൻ ഉടനെ തന്നെ വധിക്കപ്പെടും, അല്ലെങ്കിൽ തന്നെ പിടിച്ചു കൊണ്ടുപോകും. അപ്പോൾ തനിക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കില്ലെന്നറിയുന്ന യേശു പലപ്പോഴും പല കാര്യങ്ങൾ ഇൻഡയറക്റ്റായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് യേശുവിൻ്റെ ഒരു വ്യക്തിത്വമാണ്. അതുപോലെ തന്നെ യേശുവിൻ്റെ ഒരു വിവേകമാണ്. എങ്ങനെയൊക്കെ ഇവരോട് മറുപടി പറയണം, തന്നെ കൊടുക്കാൻ ആഗ്രഹിക്കുന്നവരിൽ നിന്ന് എങ്ങനെ ഒഴിഞ്ഞു മാറണം, തന്നെ കൊടുക്കാൻ ആഗ്രഹിക്കുന്നവരെ എങ്ങനെ വഴിതെറ്റിക്കണം എന്നൊക്കെ യേശുവിന് അറിയാമായിരുന്നു. അപ്പോൾ അത് തന്നെയാണ് ഇങ്ങനെ ഒരു വചനം യേശു പറയുന്നത്. ഞാൻ എന്നെക്കുറിച്ച് തന്നെ സാക്ഷ്യപ്പെടുത്തുന്നെങ്കിൽ എൻ്റെ സാക്ഷ്യം സത്യമല്ല. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 5-ാം അധ്യായത്തിൽ 30-ാം തിരുവചനത്തിലാണ് ഇങ്ങനെ പറയുന്നത്. അതായത് ഒരാൾ താൻ ദൈവമാണെന്നല്ലെങ്കിൽ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ആരെങ്കിലും വിശ്വസിക്കും? പ്രത്യേകിച്ച് അന്നത്തെ യഹൂദജനത്തിൻ്റെ മുന്നിൽ താൻ ദൈവമാണെന്ന്, ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ദൈവമാണെന്നുള്ള ഒറ്റ വാക്ക് പറഞ്ഞാൽ മതി, ഉടൻ തന്നെ എല്ലാവരും അദ്ദേഹത്തെ അവിടെ വെച്ച് തന്നെ വധിക്കും. അപ്പോൾ അവർക്ക് അത്രയധികം ദൈവത്തിൻ്റെ നാമം പോലും ഉരുടാനായിട്ട് അത്രയധികം ഭയമായിരുന്നു, അത്രയധികം ബഹുമാനത്തോടു കൂടിയാണ് കാണാറുള്ളത്. അപ്പോൾ യേശുവിന് എങ്ങനെ അത് പറയാനായിട്ട് സാധിക്കും? താൻ ദൈവമാണ്, താൻ ദൈവത്തിൽ നിന്ന് വന്നവനാണ്, ദൈവത്തിൻ്റെ പുത്രനാണെന്ന് പറയാനായിട്ട് യേശുവിന് എങ്ങനെ സാധിക്കും? അപ്പോൾ യേശു തന്നെ പറയുന്നതാണ്. അതുപോലെ തന്നെ നമ്മളങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ആരും അത് വിശ്വസിക്കണമെന്നില്ല, അല്ലേ? നമുക്കറിയാം താനൊരു പണക്കാരനാണെന്ന് പറയാനായിട്ട് ഒരാൾ വിശ്വസിക്കണമെങ്കിൽ, ഞാനൊരു പണക്കാരനാണെന്ന് മറ്റൊരാൾ വിശ്വസിക്കണമെങ്കിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഞാനൊരു സാധാരണ ഒരു വേഷമിട്ട് അവൻ്റെ മുന്നിൽ പോയി കഴിഞ്ഞിട്ട് ഞാൻ പണക്കാരനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ വിശ്വസിക്കുമോ? എന്നെ അറിയാത്ത ആളാണെങ്കിൽ അവൻ വിശ്വസിക്കില്ല, അല്ലേ? ഇപ്പോൾ നമുക്കറിയാം ബിൽ ഗേറ്റ്സ് അല്ലെങ്കിൽ സക്കർബർഗൊക്കെ വളരെ ലളിതമായിട്ട് വേഷം ധരിക്കുന്ന വ്യക്തികളാണ്. ഇവർ കേരളത്തിലെയോ അല്ലെങ്കിൽ ഇവരെ പറ്റി അറിയാത്ത ഏതെങ്കിലും ഒരു വില്ലേജിൽ ചെന്നുകൊണ്ട് താനൊരു വലിയൊരു ബില്യനെയർ ആണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ വിശ്വസിക്കുമോ? അവർ വിശ്വസിക്കില്ല. എന്നാൽ ഇവരുടെ സമ്പത്തിൻ്റെ 1% പോലും സമ്പത്തില്ലാത്തൊരു വ്യക്തി ഒരു വലിയൊരു കാറിൽ പെട്ടെന്ന് വന്നിറങ്ങി തൻ്റെ കഴുത്തിൽ വലിയ
സ്വർണ്ണമാലയും വളരെ വില കൂടിയ ഡ്രസ്സും ഒക്കെ ധരിച്ചുകൊണ്ട് ആ ഗ്രാമത്തിൽ വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ എല്ലാവരും പറയും അദ്ദേഹം വലിയൊരു പണക്കാരനാണ്, വലിയൊരു സമ്പന്നനാണെന്നുള്ളത്. കാരണം എന്തുകൊണ്ട് അവൻ്റെ പ്രവൃത്തി തന്നെ അവന് സാക്ഷ്യമായിട്ടാണ് സംഭവിക്കുന്നത്. അല്ലെങ്കിൽ അവൻ അതിനനുസരിച്ച് ഒരു പണക്കാരൻ്റെ രീതിയിൽ അവൻ പെരുമാറുന്നു, അവൻ സംസാരിക്കുന്നു, അവൻ്റെ നടപ്പെല്ലാ കാര്യങ്ങളും അങ്ങനെയാണ്. അപ്പോൾ യേശു പറയുന്നത് ഇത് തന്നെയാണ്, ഞാൻ എന്നെക്കുറിച്ച് തന്നെ സാക്ഷ്യപ്പെടുത്തുന്നെങ്കിൽ എൻ്റെ സാക്ഷ്യം സത്യമല്ല. അതുപോലെ തന്നെ മറ്റുള്ളവരും കൂടി സാക്ഷ്യപ്പെടുത്തണം അല്ലേ, വേറൊരാളും കൂടി പറയണം ഇയാൾ പണക്കാരനാണ്, ഇപ്പോൾ വേണമെങ്കിൽ ഫേക്ക് ചെയ്യാമല്ലോ. അപ്പോൾ വിശ്വാസമുള്ള വ്യക്തികൾ അല്ലെങ്കിൽ മറ്റുള്ളവരും കൂടി പറയുമ്പോഴാണ് നമുക്ക് പൂർണ്ണമായിട്ടും വിശ്വാസം വരുന്നത്. ഇദ്ദേഹം പണക്കാരനാണ്, ഇദ്ദേഹം സമ്പത്തുള്ളവനാണ്. ഇപ്പോൾ സുക്കർബർഗിനെ അറിയാവുന്ന ഒരാളാണ്, ആ ഗ്രാമത്തിൽ വേറെ ഒരാളുണ്ടെങ്കിൽ പെട്ടെന്ന് അയാൾ വന്ന് പറയും ഇദ്ദേഹത്തിൻ്റെ വസ്ത്രം ഒന്നും വളരെ സാധാരണഗതിയിൽ ജീവിക്കുന്ന വ്യക്തിയാണ്, പക്ഷേ ഇയാൾ വലിയൊരു ബില്യനെയറാണെന്ന് ആ ഗ്രാമത്തിൽ അറിയാവുന്ന ആളുകൾ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാമത്തിൽ നിവാസികൾക്ക് അത് വിശ്വാസമാകും. അയാൾ വേഗം സമ്പന്നതയിൽ വരണമെന്നില്ല. അപ്പോൾ യേശു പറയുന്നത് അത് തന്നെയാണ്. അപ്പോൾ യേശു ഇവിടെ ഉപയോഗിക്കുന്ന ടെക്നിക്ക് ഇതാണ്, എൻ്റെ പ്രവൃത്തി വഴി മറ്റുള്ളവർ മനസ്സിലാക്കണം ഞാൻ ആരാണെന്നുള്ളത്, അല്ലെങ്കിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ വെച്ചതൊക്കെ ഇവർ മനസ്സിലാക്കണം താൻ ദൈവമാണെന്നും താൻ ദൈവത്തിൻ്റെ പുത്രനാണെന്നും. അപ്പോൾ അതുകൊണ്ടാണ് പലപ്പോഴും യേശു പറയുന്നുണ്ട്, ഞാൻ എൻ്റെ ദൈവത്തിനെ പിതാവെന്നാണ് വിളിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, പലരും പറയാറുണ്ട് ദൈവപുത്രൻ എന്നുള്ള വാക്ക് ഉപയോഗിച്ചത് കൊണ്ട് യേശു ദൈവത്തിൻ്റെ യഥാർത്ഥ പുത്രനാവണമെന്നില്ല എന്നുള്ളത്. കാരണം ബൈബിളിൽ പല സ്ഥലങ്ങളിലും ദൈവപുത്രന്മാരെന്ന് പറയാറുണ്ട്. ഇസ്രായേലിനെ ദൈവപുത്രൻ എന്ന് വിളിക്കുന്നുണ്ട്, എഫ്രായിമിനെ വത്സലപുത്രൻ എന്ന് വിളിക്കുന്നുണ്ട്, അതുപോലെ ആദത്തിനെ പുത്രൻ എന്ന് വിളിക്കുന്നുണ്ട്. പല സ്ഥലങ്ങളിലും പുത്രൻ എന്നുള്ള ഒരു വിശേഷണം കൊടുക്കാറുണ്ട്. പക്ഷേ അവിടെയൊക്കെ കാണാനായിട്ട് സാധിക്കും, ആരും സ്വയമായിട്ട് അത് വിളിക്കുന്നില്ല അല്ലേ. അതിനാരെങ്കിലും മുതിർന്നിട്ടുണ്ടോ പഴയ നിയമത്തിലോ ഏതെങ്കിലും സ്ഥലങ്ങളിൽ എൻ്റെ പിതാവാണ് ദൈവം, ഞാൻ അവിടുത്തെ പുത്രനാണ് എന്ന് ക്ലെയിം ചെയ്ത ആരെങ്കിലും ഉണ്ടോ? നമ്മളവരെ വിശേഷിപ്പിക്കാനായിട്ട് പലപ്പോഴും പല പ്രവാചകന്മാരും ദൈവത്തിൻ്റെ സന്ദേശത്തിൽ അങ്ങനെയൊക്കെ വിശേഷണം കൊടുത്തിട്ടുണ്ട് എന്നുള്ളതല്ലാതെ ഒരാൾ പോലും സ്വയമായിട്ട് ദൈവത്തെ പിതാവെന്ന് ധൈര്യത്തോടെ വിളിച്ചിട്ടില്ല. മറ്റുള്ളവർ കേൾക്കേ എൻ്റെ പിതാവ് എന്ന് അധികാരത്തോടു കൂടി സംസാരിച്ചിട്ടില്ല അല്ലേ. അപ്പോൾ ആ ഒരു വിളിച്ചിട്ടുള്ളത് യേശു മാത്രമാണ്. ദൈവത്തെ സ്വന്തം പിതാവെന്ന് വിളിച്ചു, ഞാൻ അവിടുത്തെ പുത്രനാണ്, പിതാവ് ഏൽപ്പിച്ച ജോലി ചെയ്യാൻ വന്ന പുത്രനാണ് ഞാൻ പിതാവിൽ നിന്നാണ് വന്നിരിക്കുന്നത് എന്നുള്ളതാണ് യേശു പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ആ അർത്ഥത്തിൽ തന്നെയാണ് യേശു എപ്പോഴും ദൈവപുത്രൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ നിരവധി പേര് ഈ ദൈവപുത്രൻ, ഇവൻ്റെ പ്രവൃത്തി വഴി നീ സത്യമായും ദൈവപുത്രനാണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. നിരവധി പേര്, ഇപ്പോൾ യോഹന്നാൻ്റെ സുവിശേഷത്തിലാണ് അത് കാണുന്നത് അല്ലേ. നഥാനിയേൽ പറയുന്നുണ്ട് നീ ദൈവപുത്രനാണ്. അതുപോലെ തന്നെ മറ്റു പലരും അശുദ്ധാത്മാക്കൾ പറയുന്നുണ്ട് നീ ദൈവപുത്രനാണ്. അങ്ങനെ നിരവധി സ്ഥലങ്ങളിൽ യേശുവിനെ പലരും വിശേഷിപ്പിക്കുന്നുണ്ട്, അവൻ്റെ പ്രവൃത്തി കണ്ടിട്ട് വിശേഷിക്കുന്നത് ഇത് ദൈവം തന്നെയാണ്, ദൈവത്തിൻ്റെ പുത്രന് മാത്രമാണ് ഇതൊക്കെ ചെയ്യാനായിട്ട് സാധിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ അങ്ങനെയൊക്കെ നിരവധി സ്ഥലങ്ങളിൽ യേശുവിനെ ക്ലെയിം ചെയ്യുന്നുണ്ട്. പിന്നെ ബൈബിളിൽ ഡയറക്റ്റായിട്ട്, ബൈബിൾ എന്ന് പറയുന്നത് തന്നെ, ബൈബിൾ എഴുതിയ വചനം തന്നെ ദൈവത്തിൻ്റെ പ്രചോദനം കൊണ്ട് ദൈവാത്മാവിനാൽ പ്രചോദിതമായിട്ട് ഗ്രന്ഥകർത്താക്കൾ എഴുതിയിട്ടുള്ള വചനങ്ങളാണ് ബൈബിൾ എന്ന് പറയുന്നത്. അപ്പോൾ ബൈബിളിലെ എല്ലാ വചനങ്ങളും സത്യം തന്നെയാണ്, അതിലെല്ലാം എഴുതിയിരിക്കുന്നത് ശരി തന്നെയാണെന്നാണ് എല്ലാ ക്രിസ്ത്യാനികളും വിശ്വസിക്കുന്നതും. അതുപോലെ തന്നെ ബൈബിളിനെ വിശ്വസിക്കുന്നവർ, ബൈബിളിനെ ബേസ് ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ ആർഗ്യുമെൻ്റ് പറയുന്നവർ ബൈബിളിൽ എഴുതിയ എല്ലാ വചനങ്ങളും ശരി തന്നെയാണെന്ന് വിശ്വസിക്കാൻ നിർബന്ധിതരാണ്. അപ്പോൾ ബൈബിൾ വെച്ചുകൊണ്ട് തന്നെ ബൈബിളിൽ എഴുതിയിട്ടുള്ള കാര്യങ്ങൾക്കെതിരെ പറയാനായിട്ട് വളരെ ലിമിറ്റേഷൻ ഉണ്ട്. അപ്പോൾ അത് തന്നെയാണ് യോഹന്നാൻ്റെ സുവിശേഷം വായിക്കുന്നൊരു വ്യക്തിക്ക്. അതുകൊണ്ടാണ് യോഹന്നാൻ ഇങ്ങനെയൊക്കെ പലരും ക്ലെയിം ചെയ്യുന്ന നേരത്തെ അറിയാമായിരുന്ന
പരിശുദ്ധാത്മാവ് തന്നെ യോഹന്നാനിൽ കൂടെ ഈ ഒരു ദൈവപുത്രനെ ബേസ് ചെയ്തുകൊണ്ട് ഈ സുവിശേഷം എഴുതിയിട്ടുള്ളത്. എന്നാൽ ആദ്യം വന്നിരിക്കുന്ന 3 സുവിശേഷകന്മാർ ദൈവത്തെ, യേശുവിനെ പല രീതിയിലാണ് തങ്ങളുടെ സുവിശേഷത്തിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത്. എന്നാൽ യോഹന്നാൻ ദൈവപുത്രൻ എന്നുള്ള രീതിയിലാണ് എല്ലാ വചനങ്ങളും ക്രമീകരിച്ചിട്ടുള്ളത്. ഇവൻ ദൈവപുത്രനാണ്, ഇവൻ ദൈവമാണ് എന്നുള്ള കാര്യങ്ങൾ. അപ്പോൾ ഈ യോഹന്നാൻ്റെ സുവിശേഷം തന്നെ ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്: ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. അപ്പോൾ ആദിയിൽ വചനം എന്നുള്ളതുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു. അപ്പോൾ ദൈവം അവിടെയുണ്ട്, വചനം അവിടെയുണ്ട്. അപ്പോൾ വചനം ദൈവമായിരുന്നു. അപ്പോൾ തന്നെ അവിടെ ഒരു കോൺഫ്ലിക്റ്റ് ആണല്ലേ, കൺഫ്യൂഷൻസ് ആണ് വരുന്നത്. വചനമുണ്ട്, ദൈവമുണ്ട്, പിന്നെ പറഞ്ഞു വചനം ദൈവമാണ് എന്നുള്ളത്. പിന്നെ പറയുന്നു, താഴത്തെ വചനത്തിൽ പറയുന്നു, 1:14 പറയുന്നു, വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു, അവൻ്റെ മഹത്വം നമ്മൾ ദർശിച്ചു, കൃപയും സത്യവും നിറഞ്ഞതും പിതാവിൻ്റെ ഏകജാതൻ്റേതുമായ മഹത്വം. അപ്പോൾ യേശുവിനെ പറ്റിയാണ് ഇത് പറയുന്നതെന്നാണ് പിന്നെ തുടർന്ന് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു, നമ്മുടെ ഇടയിലേക്ക് വന്ന വചനമാണ് യേശു ക്രിസ്തു എന്നുള്ളത്. അപ്പോൾ വചനം എന്ന് പറയുന്നത് അൾട്ടിമേറ്റ്ലി ദൈവമായതുകൊണ്ട് ദൈവമാണ് നമ്മുടെ ഇടയിൽ വസിച്ചതെന്നാണ് യോഹന്നാൻ ആദ്യത്തെ സുവിശേഷം ആരംഭിക്കുമ്പോൾ തന്നെ പറഞ്ഞു വയ്ക്കുന്നത്. ഇനി തുടർന്ന് ഈ അധ്യായത്തിൻ്റെ അവസാന ഘട്ടത്തിൽ യോഹന്നാൻ വളരെ കൃത്യമായിട്ട് വീണ്ടും എഴുതി വയ്ക്കുകയാണ്: ദൈവത്തെ ആരും ഒരിക്കലും കണ്ടിട്ടില്ല, പിതാവുമായി ഗാഢബന്ധം പുലർത്തുന്ന ദൈവം തന്നെയായ ഏകജാതനാണ് അവിടുത്തെ വെളിപ്പെടുത്തിയത്. അപ്പോൾ ഇത് വളരെ ഡയറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റാണ്. യേശു ദൈവമാണെന്നുള്ളതിൻ്റെ വളരെ ഡയറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റാണ്. ദൈവത്തെ ആരും ഒരിക്കലും കണ്ടിട്ടില്ല, പിതാവുമായി ഗാഢബന്ധം പുലർത്തുന്ന ദൈവം തന്നെയായ ഏകജാതനാണ്, ദൈവം തന്നെയായ ഏകജാതനാണ് അവിടുത്തെ വെളിപ്പെടുത്തിയത്. യേശുവിനെ പറ്റിയാണ് ഇത് കൃത്യമായിട്ട് പറയുന്നത്. ഇങ്ങനെ വളരെ കൃത്യമായിട്ട് ഇവിടെ ബൈബിളിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾക്ക് വേറെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇനി ഇതിൽ സംശയം ഉണ്ടാകേണ്ട ആവശ്യമുണ്ടോ? യേശു ദൈവമാണെന്ന് ഇനി കൂടുതൽ തെളിവുകളിലേക്ക് പോകേണ്ട ആവശ്യമില്ല. സുവിശേഷം ആരംഭിക്കുമ്പോൾ തന്നെ വളരെ കൃത്യമായിട്ട് യേശു ദൈവമാണ്, അവിടുന്ന് ദൈവത്തിൻ്റെ പുത്രനാണ് എന്നുള്ളതാണ് പറഞ്ഞു വയ്ക്കുന്നത്. അപ്പോൾ അവിടെ വരുന്നൊരു കൺഫ്യൂഷൻ എന്ന് പറയുന്നത് യേശുവിനെ ദൈവമാക്കുന്നു, എന്നാൽ പിതാവായ വേറൊരു ദൈവമുണ്ടെന്നുള്ള രീതിയിലൊരു കൺഫ്യൂഷൻ അവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ത്രിത്വം എന്നുള്ള രഹസ്യത്തെ പറ്റിയാണ് ഈ പറഞ്ഞു തുടങ്ങുന്നത്. അത് അന്നത്തെ കാലത്തെ ജനങ്ങൾക്ക് അത് യേശു ഇതിനെ പറ്റിയൊക്കെ പറയുമ്പോൾ പിതാവായ ദൈവം അല്ലെങ്കിൽ പുത്രനെ ഏൽപ്പിച്ചിരിക്കുന്നു, പുത്രനെ അറിയുന്നവൻ പിതാവിനെ അറിയുന്നു, പിതാവിനെ കണ്ടവൻ പുത്രനെ അറിയുന്നു എന്നൊക്കെ പറയുമ്പോൾ എല്ലാവർക്കും കൺഫ്യൂഷനാണ്, ഇതൊന്നും മനസ്സിലാവുന്നില്ല. അപ്പോൾ കാരണം എന്തുകൊണ്ടാണ്? അത് ത്രിത്വം എന്നുള്ളൊരു രഹസ്യം അപ്പോഴൊന്നും ആർക്കും മനസ്സിലായിട്ടില്ല. ദൈവം ഏത് രൂപത്തിലാണ്, ദൈവത്തിൽ 3 ആളുകളുണ്ട് എന്നുള്ള കാര്യങ്ങളൊന്നും പിന്നീടാണ് ശിഷ്യന്മാർക്ക് ഈ പരിശുദ്ധാത്മാവൊക്കെ വന്നതിന് ശേഷം ആണ് ഇതൊക്കെ മനസ്സിലാവുന്നത്. യേശു പറഞ്ഞതിൻ്റെ രഹസ്യങ്ങൾ എന്തൊക്കെയാണ്, എന്താണ് ദൈവം എന്നൊക്കെ മനസ്സിലാവുന്നത്. അതാണ് പിന്നീട് അത് എടുത്ത് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ദൈവം ഇങ്ങനെയാണ്, യേശു ഇതാണ് ഉദ്ദേശിക്കുന്നത്, യേശു ഇതാണ് നമ്മളോട് പറഞ്ഞത് എന്നുള്ളതൊക്കെ തന്നെയാണ് സഭ നമ്മളോട് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത് പിന്നീട്. അപ്പോൾ അത്രയധികം രഹസ്യങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു വചനങ്ങളാണ് ബൈബിളിലുള്ളത്. പ്രത്യേകിച്ച് യോഹന്നാൻ്റെ സുവിശേഷം എന്ന് പറയുന്നത് രഹസ്യങ്ങളുടെ ഒരു കലവറ തന്നെയാണ്. അത് ഓരോ വചനവും നമ്മൾ വളരെയധികം ധ്യാനിച്ചും പ്രാർത്ഥിച്ചും മാത്രമാണ് അത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ നമ്മളിനി മനസ്സിലാക്കേണ്ട ആവശ്യങ്ങളൊന്നുമില്ല. കാരണം ഓൾറെഡി തന്നെ സഭയിലെ പിതാക്കന്മാരും സഭ തന്നെയും അത് വളരെ കൃത്യമായിട്ട് പഠിച്ച് നമ്മളോട് അത് വ്യാഖ്യാനിച്ച് തന്നിട്ടുണ്ട് എന്തൊക്കെയാണെന്ന്. അപ്പോൾ യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ഈ കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. ഇനി സുവിശേഷങ്ങളിൽ എവിടെയൊക്കെ
ദൈവമാണ് യേശു എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതിനെ പറ്റി നമുക്ക് നോക്കാം അല്ലേ. അപ്പോൾ പിന്നെ രണ്ടാമതൊരാൾ കറക്റ്റ് ദൈവം എന്ന് യേശുവിനെ വിളിച്ചിട്ടുള്ളത്, അപ്പോൾ ദൈവപുത്രൻ എന്ന് കുറേ പേര് പറയുന്നുണ്ടെങ്കിലും ദൈവം എന്ന് വിളിച്ചിട്ടുള്ളത് തോമസ് ലീഹയാണ്. അതായത് യേശു മരിച്ച് ഉയർത്തെഴുന്നള്ളിയതിന് ശേഷം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടപ്പോൾ തോമസ് ലീഹ അവിടെ ഉണ്ടായിരുന്നില്ല. പിന്നെ തോമസ് ലീഹയ്ക്ക് വേണ്ടി വീണ്ടും യേശു വരുമ്പോൾ യേശുവിൻ്റെ ഈ രൂപം കണ്ട് ഈ തോമസ് ലീഹയ്ക്ക് വിശ്വാസം വരുന്നു. തോമസ് ലീഹ അവിടെ വെച്ച് തൻ്റെ വിശ്വാസം പ്രഖ്യാപിക്കുകയാണ്, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ അവിടെ തന്നെ ദൈവമെന്ന് യേശുവിനെ അഭിസംബോധന ചെയ്യുകയാണ് തോമസ് ലീഹ. അപ്പോൾ അത് കൃത്യമായിട്ടത് യോഹന്നാൻ സ്ലീഹ തന്നെ അത് എഴുതി വച്ചിരിക്കുകയാണ്. ഇനി അതിൽ സംശയം വെക്കേണ്ട ആവശ്യമില്ല. യേശുവിനത് ദൈവമായിട്ട് ശിഷ്യന്മാരത് തിരിച്ചറിഞ്ഞു എന്നുള്ളത്. അപ്പോൾ ഇതിനെ പല ഇസ്ലാമിലെ പല പണ്ഡിതന്മാരും പറയുന്നൊരു കാര്യം, തോമസ് ലീഹ വെറുതെ ഒരു ആശ്ചര്യത്തോടു കൂടി പറഞ്ഞതാണെന്ന്. അതായത് നമ്മൾ എന്തെങ്കിലും പെട്ടെന്നൊരു അത്ഭുതം കാണുമ്പോൾ ഓ എൻ്റെ ദൈവമേ എന്നുള്ള രീതിയിലൊക്കെ ഇതിനാക്കുന്നുണ്ട്. അതാണ് പറയുന്നത്, അവർക്ക് അവരുടെ ലക്ഷ്യത്തിലേക്ക് എത്തണമെങ്കിൽ എങ്ങനെ വേണമെങ്കിലും നമ്മുടെ വചനങ്ങളെ വളച്ചൊടിക്കാം. അപ്പോൾ അത് കേട്ടുകൊണ്ട് അതൊക്കെയാണ് സത്യമെന്ന് നമ്മൾ വിശ്വസിക്കരുത്. കാരണം ഓൾറെഡി തന്നെ ഈ യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ അവസാന ഭാഗത്താണ് ഇത് എഴുതപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ തുടക്കത്തിൽ തന്നെ യേശു ദൈവമാണെന്ന് തന്നെയാണ് സ്റ്റേറ്റ്മെൻറ്റോടു കൂടിയാണ് ആരംഭിക്കുന്നത്. അപ്പോൾ അങ്ങനെ സ്റ്റേറ്റ്മെൻറ്റോടുകൂടി ആരംഭിക്കുന്ന ഈ സുവിശേഷത്തിൽ ഈ ഭാഗത്തിൽ വേണ്ടി മാത്രം ആശ്ചര്യപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അവിടെ വളരെ കൃത്യമായിട്ട് തന്നെയാണ് യേശു ദൈവമാണെന്ന് മറ്റുള്ളവർ മനസ്സിലാക്കാൻ വേണ്ടി തന്നെയാണ് അങ്ങനെയുള്ളൊരു വചനവും അവിടെ ഉണ്ടായത്. തോമസ് ലീഹയിലൂടെയാണ് അത് ആ രഹസ്യം പുറത്തേക്ക് വരുന്നത്. ഇനി നമുക്ക് സുവിശേഷങ്ങളിൽ തന്നെ പല ഭാഗങ്ങളിൽ യേശു തന്നെ പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും നമുക്കൊന്ന് കേട്ടു നോക്കാം. യേശു ഇത് ഇൻഡയറക്റ്റായിട്ട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, പലപ്പോഴും യേശുവിൻ്റെ അടുത്ത് എന്ത് കാര്യത്തിന് വേണ്ടി എന്ത് കാര്യം വന്ന് പറഞ്ഞാലും ഇപ്പോൾ യേശുവിനോട് ചോദിക്കുന്നു ദൈവരാജ്യത്തെ എന്താണെന്ന് ചോദിക്കുമ്പോൾ യേശു പറയുന്നു അതൊരു പുളിമാവാണ്, അതൊരു കടുകുമണിയാണ് എന്നൊക്കെയുള്ള രീതിയിലാണ് പറയുന്നത്. യേശുവിനോട് ആരാണ് എൻ്റെ അയൽക്കാരൻ എന്ന് ചോദിക്കുമ്പോൾ യേശു പെട്ടെന്നൊരു കഥയാണ് പറയുന്നത്. ഒരു മനുഷ്യൻ ജെറിക്കോയിലേക്ക് പോകുന്നു എന്നുള്ളത്. പിന്നെ യേശുവിനോട് അങ്ങനെ എന്ത് ചോദിച്ചാലും സീസറിന് നികുതി കൊടുക്കണമോ? അപ്പോൾ യേശു പെട്ടെന്നൊരു കോയിൻ എടുത്തുകൊണ്ട് വരാൻ പറയുന്നു. എന്നിട്ട് അപ്പോൾ ഡയറക്റ്റായിട്ട് പറയുന്നില്ല. അങ്ങനെയാണ് എപ്പോഴും യേശു മറുപടി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ യേശു പറഞ്ഞിട്ടുള്ള കുറേ വചനങ്ങളാണ്. യേശു പലപ്പോഴും പല കാര്യങ്ങളെ സ്ഥാപിക്കാനായിട്ട്, അതായത് തങ്ങളുടെ പ്രവചനങ്ങളിൽ യേശു ജനിക്കുന്നതിന് മുമ്പേ വലിയ പ്രവചനങ്ങൾ നടന്നിട്ടുണ്ട് യേശുവിനെ പറ്റി. കാരണം അത് ക്രിസ്തു എന്നുള്ള രീതിയിൽ ഈ ലോകത്തെ മുഴുവനും ത്തിൻ്റെയും രാജാവായിട്ട് ഒരാൾ വരും, അല്ലെങ്കിൽ ഈ ലോകം മുഴുവനും വിമോചകനായിട്ട് ഒരാൾ വരുന്നുണ്ട്, യഹൂദന്മാരെ വിമോചിപ്പിക്കാനായിട്ട് ഒരാൾ വരുന്നുണ്ടെന്നുള്ള നിരവധി പ്രവചനങ്ങൾ പഴയ കാലത്തുണ്ടായിരുന്ന എല്ലാ പ്രവചനങ്ങൾക്കുള്ള മറുപടി എന്നുള്ള രീതിയിൽ പലപ്പോഴും യേശു സംസാരിക്കാറുണ്ട്. ഏശയ്യായുടെ പുസ്തകത്തിൽ നിന്ന് യേശു എടുത്ത് വായിക്കുന്ന ഭാഗത്തിൽ നിന്നൊക്കെ അവിടെ എഴുതി വച്ചിരിക്കുന്നത് എന്നെപ്പറ്റിയാണെന്ന് സ്ഥാപിക്കാനായിട്ട്, എന്നെപ്പറ്റിയാണെന്ന് ഇവർ മനസ്സിലാക്കാനായിട്ടാണ് യേശു ആ വചനഭാഗമൊക്കെ എടുത്ത് വായിക്കുന്നത്. അപ്പോൾ അവിടെയൊക്കെ താൻ പ്രവചനങ്ങളുടെ പൂർത്തീകരണമാണ് ഞാൻ ക്രിസ്തുവാണ്, ഇവർ അന്വേഷിച്ചുകൊണ്ടിരുന്ന, ഇവർ കാത്തിരുന്ന രക്ഷകനാണ് ഞാനെന്നാണ് യേശു ഓരോ നിമിഷവും പറഞ്ഞുകൊണ്ടിരുന്നത് തൻ്റെ പ്രവൃത്തികളിൽ കൂടെ. അപ്പോൾ അതോടൊപ്പം തന്നെ യേശു പറഞ്ഞിട്ടുള്ള ചില വചനങ്ങൾ എടുത്ത് നമുക്ക് നോക്കാം. യേശു അവരെ സമീപിച്ച് അരുളി ചെയ്തു, സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരങ്ങളും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. അപ്പോൾ സ്വർഗത്തിലും ഭൂമിയിലുള്ള എല്ലാ അധികാരങ്ങളും അവന് എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നുവെന്ന് യേശു പറയാണ്. നമുക്കറിയാം സ്വർഗമെന്ന് ഉദ്ദേശിക്കുന്നത് ദൈവം വസിക്കുന്ന സ്ഥലം.
ഏതെങ്കിലും ഒരു പ്രവാചകനെ പറ്റി അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു പ്രവാചകനെ അങ്ങനെ ക്ലെയിം ചെയ്തിട്ടുണ്ടോ? എനിക്ക് സ്വർഗത്തിലുള്ള എല്ലാ അധികാരങ്ങളും എനിക്കുണ്ട്, ഭൂമിയിലുള്ള എല്ലാ അധികാരവും എനിക്കുണ്ടെന്ന് ഏതെങ്കിലും പ്രവാചകനോ ക്ലെയിം ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ? അപ്പോൾ അതിൽ നിന്നെല്ലാം മറ്റുള്ളവർ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ സ്വർഗത്തിലുള്ള എല്ലാ അധികാരം എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ എല്ലാ അധികാരങ്ങളും എനിക്കുണ്ട്, ഞാൻ ദൈവമാണ് എന്നുള്ളതാണ് യേശു പറയാതെ പറയുന്നത്. ഇനി വേറൊരു വചനം നമുക്ക് എടുത്തു നോക്കാം. അത് യോഹന്നാൻ്റെ, ഇത് നേരത്തെ പറഞ്ഞ വചനം മത്തായി 28:18. ഇനി യോഹന്നാൻ്റെ സുവിശേഷത്തിലെ 10:38 നമുക്കൊന്ന് വായിച്ചു നോക്കാം. എന്നാൽ ഞാൻ അവ ചെയ്യുന്നെങ്കിൽ നിങ്ങൾ എന്നിൽ വിശ്വസിക്കുന്നില്ലെങ്കിലും ആ പ്രവൃത്തികളിൽ വിശ്വസിക്കുവിൻ. അപ്പോൾ പിതാവ് എന്നിലും ഞാൻ പിതാവിലും ആണെന്ന് നിങ്ങൾ അറിയുകയും ആ അറിവിൽ നിലനിൽക്കുകയും ചെയ്യും. പിതാവെന്ന് വിളിക്കുന്നത് യേശു ദൈവത്തെയാണ്. ഞാൻ പിതാവിലും പിതാവ് എന്നിലുമാണ്. ഇതിപ്പോൾ നമ്മൾ ഇപ്പോൾ പറയുമ്പോഴൊക്കെ ഇത് വളരെ ലൈറ്റായിട്ട് നമുക്ക് പറയാം. പക്ഷേ അന്നത്തെ കാലഘട്ടത്തിൽ ഞാൻ ദൈവത്തിലും ദൈവം എന്നിലുമാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ വധശിക്ഷയാണ്. അപ്പോൾ അവരുടെ മുന്നിൽ വെച്ചിട്ടാണ് അവർ മനസ്സിലാക്കാത്ത രീതിയിൽ പറയണേ. ഞാൻ പിതാവിലും പിതാവ് എന്നിലുമാണെന്ന് നിങ്ങൾ അറിയുകയും അറിവിൽ നിലനിൽക്കുകയും ചെയ്യുമെന്നുള്ളതൊക്കെ. അപ്പോൾ ഇങ്ങനെ യേശു പല സ്ഥലത്തും ഈ കാര്യങ്ങളെ പറ്റിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ യേശു ചെയ്തിട്ടുള്ള നിരവധി പ്രവൃത്തികൾ ഞാൻ പറഞ്ഞു. യേശു പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, ഞാൻ എന്നെക്കുറിച്ച് തന്നെ സാക്ഷ്യപ്പെടുത്തുന്നെങ്കിൽ എൻ്റെ സാക്ഷ്യം സത്യമല്ല, പിതാവാണ് സാക്ഷ്യപ്പെടുത്തുന്നതെന്ന്. അപ്പോൾ യേശുവിനെ പറ്റി യേശുവിൻ്റെ ജ്ഞാനസ്നാന സമയത്ത് സ്വർഗത്തിൽ നിന്ന് ഒരു സ്വരം കേൾക്കുന്നു, പിതാവ് സംസാരിക്കുന്നതായിട്ടാണ് കേൾക്കുന്നത്, ഇവൻ എൻ്റെ പ്രിയപുത്രനാണ്. അതുപോലെ തന്നെ യേശുവിൻ്റെ രൂപാന്തരണ സമയത്തും ഇതുപോലുള്ളൊരു സ്വരം നമുക്ക് കേൾക്കുന്നുണ്ട് സ്വർഗത്തിൽ നിന്ന്, ഇവൻ എൻ്റെ പ്രിയപുത്രനാണെന്നുള്ളതൊക്കെ. അപ്പോൾ പിതാവ് തന്നെ പറ്റി സാക്ഷ്യപ്പെടുത്തുന്നു എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ് അതൊക്കെ. സ്വർഗത്തിൽ നിന്ന് സാക്ഷ്യമുണ്ട്, ഇതെൻ്റെ പ്രിയപുത്രനാണ് എന്നുള്ളതൊക്കെ. ഇനി പിന്നീട് യേശുവിൻ്റെ പ്രവൃത്തിയിൽ നിന്ന് എങ്ങനെ ദൈവമാണെന്ന് മനസ്സിലാക്കാം. അപ്പോൾ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് പിതാവെന്ന് വിളിക്കുന്നതാണ്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ വചനങ്ങളിലൊക്കെ പിതാവെന്നാണ് വിളിക്കുന്നത്. യോഹന്നാൻ 14:6 പറയുന്നുണ്ട്, വഴിയും സത്യവും ജീവനും ഞാനാണ്, എന്നിലൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കിലേക്ക് വരുന്നില്ല. വഴിയും സത്യവും ജീവനും ഞാനാണ്, ക്ലെയിമയാണ്, ഞാനാണെന്ന്. ഇങ്ങനൊരു ധൈര്യത്തോടു കൂടി ബൈബിളിൻ്റെ ചരിത്രത്തിൽ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? പ്രവാചകന്മാർ എപ്പോഴും പറഞ്ഞിട്ടുള്ളത് എങ്ങനെയാണ്? ദൈവത്തിൻ്റെ സ്വരം ഞങ്ങൾ പറയുന്നു, ഞങ്ങൾ വെറും ഒരു ഉപകരണമായിട്ട് അവിടെ നിന്നുകൊണ്ട് ദൈവം എന്താണോ പറയുന്നത് അത് ഞങ്ങളിൽ കൂടെ പ്രവചിക്കുന്നു എന്നുള്ള രീതിയിലാണ് അന്ന് വരെയുള്ള ദൈവപുരുഷന്മാർ, പ്രത്യേകിച്ച് വലിയ വലിയ അന്നത്തെ പ്രവാചകന്മാരായ ഏലിയ, എലീഷൊക്കെ പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ അവർ സ്വന്തമായിട്ടൊന്നും ക്ലെയിം ചെയ്തിട്ടില്ല. അപ്പോൾ അവിടെയാണ് യേശു പറയുന്നത് പിതാവിലേക്കുള്ള എല്ലാ വഴിയും സത്യവും ഞാൻ തന്നെയാണ് എന്നുള്ളത്. പിന്നെ പറയുന്നു യോഹന്നാൻ 5:20 ഇങ്ങനെ പറയുന്നു, പിതാവ് പുത്രനെ സ്നേഹിക്കുകയും താൻ ചെയ്യുന്നതെല്ലാം അവനെ കാണിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ വിസ്മയിക്കത്തക്ക വിധം ഇവയേക്കാൾ വലിയ പ്രവൃത്തികളും അവിടുന്ന് അവനെ കാണിക്കും. പിതാവ് മരിച്ചവരെ എഴുന്നേൽപ്പിച്ച് അവർക്ക് ജീവൻ നൽകുന്നത് പോലെ തന്നെ പുത്രനും താൻ ഇച്ഛിക്കുന്നവർക്ക് ജീവൻ നൽകുന്നു. പിതാവ് ആരെയും വിധിക്കുന്നില്ല, വിധി മുഴുവനും അവിടുന്ന് പുത്രനെ ഏൽപ്പിച്ചിരിക്കുന്നു. പിതാവ് ചെയ്യുന്ന പ്രവൃത്തികളും ഞാൻ ചെയ്യും എന്നുള്ളതാണ്. ഈ പിതാവ് ചെയ്യാത്ത പ്രവൃത്തി വരെ ഞാൻ ചെയ്യുന്നുണ്ട്. അതെന്താ? വിധിക്കാനുള്ള അധികാരം എനിക്കാണ് നൽകിയിരിക്കുന്നത് മനുഷ്യരെ. അപ്പം അത്രയധികം നമ്മൾ യേശു തന്നെ ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി ശിമിയോൻ പത്രോസ് യേശുവിനെ പറ്റി ദൈവപുത്രനാണെന്ന് ക്ലെയിം ചെയ്യുന്നുണ്ട്. അപ്പം നേരത്തെ നമ്മൾ പറഞ്ഞു ദൈവപുത്രൻ എന്ന് പറയുന്നത് പലരെ പറ്റി പറയുന്നുണ്ട്. പക്ഷേ ശിമിയോൻ പത്രോസ് ഒരു കാര്യം പറഞ്ഞപ്പോൾ യേശുവിനെ വളരെ കൃത്യമായിട്ട് പറയുകയാണ്. അവിടെ ഒരിക്കലും വിശേഷണം എന്നുള്ള രീതിയിലല്ല, ശരിക്കും കൺവിൻസ്ഡ് ആവണം ചെയ്യണേ ഇവൻ ദൈവത്തിൻ്റെ പുത്രൻ തന്നെയാണെന്ന്. അതായത്
ഞാൻ ആരെന്നാണെന്ന് നിങ്ങൾ പറയുന്നത് ശിമ്യോൻ പത്രോസിനോട്, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ വെച്ച് തന്നെ യേശു പറയുന്നുണ്ട്, യോനായുടെ പുത്രനായ ശിമിയോനെ, നീ ഭാഗ്യവാൻ, നീ മാംസരക്തങ്ങളല്ല സ്വർഗസ്വനായ എൻ്റെ പിതാവാണ് നിനക്കിത് വെളിപ്പെടുത്തി തന്നത് എന്നുള്ളത്. അപ്പോൾ പിതാവ് നേരിട്ട് അവന് വെളിപ്പെടുത്തി കൊടുക്കുന്നു എന്നുള്ളത്, അതായത് പിതാവിൻ്റെ അനുഗ്രഹമില്ലാതെ, പിതാവ് മനസ്സിലാക്കിക്കാതെ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സഹായമില്ലാതെ യേശുവിനെ ദൈവമാണെന്ന് മനസ്സിലാക്കാനോ വിശ്വസിക്കാനോ സാധിക്കില്ല എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണം കൂടിയാണത്. പിന്നീട് നമുക്കറിയാം, യേശുവിൻ്റെ മുന്നിൽ നിരവധി യേശു ചെയ്ത അത്ഭുതങ്ങളിൽ ഇപ്പോൾ പ്രപഞ്ച ശക്തികൾ, അന്ന് വരെ പലരും നേരത്തെ പറഞ്ഞു പ്രവാചകന്മാരൊക്കെ എന്തെങ്കിലും അത്ഭുതങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എലിഷ ഇവരെയൊക്കെ മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിക്കുകയല്ല, മരിച്ചവർക്ക് ജീവൻ കൊടുത്തിട്ടുണ്ട്. ഉയർത്തെഴുന്നേൽപ്പിച്ചിട്ടില്ലെങ്കിലും മരിച്ചവർക്ക് ജീവൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പല സ്വർഗത്തിൽ നിന്നും തീ ഇറക്കിയിട്ടുണ്ട്. പക്ഷെ ഇവിടെയൊക്കെ ഇവർ ചെയ്യുന്ന പ്രവൃത്തി നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഇവരൊക്കെ ദൈവത്തിൻ്റെ മുന്നിൽ കരഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. ദൈവമേ അങ്ങ് ഇടപെടാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ ദൈവമാണ് അവിടെ പ്രവർത്തിക്കുന്നത്. പക്ഷേ യേശുവിൻ്റെ കാര്യത്തിൽ എങ്ങനെയാണ് സംഭവിക്കുന്നത്? അവൻ നേരിട്ട് കൽപ്പിക്കുകയാണ് എല്ലാവരെയും, അല്ലേ? അപ്പോൾ അവിടെ ഒരു മനുഷ്യനെ കൊണ്ട് അത് ചെയ്യാൻ സാധിക്കുമോ? അതായത് ഇപ്പോൾ പ്രപഞ്ചശക്തികൾ, ഇപ്പോൾ ഒരു ദൈവത്തിൻ്റെ പ്രത്യേകതയാണ് പ്രപഞ്ചശക്തികളുമെല്ലാം ദൈവം സൃഷ്ടിച്ചതാണെങ്കിൽ ദൈവത്തിൻ്റെ വാക്കനുസരിച്ചിട്ടാണ് എല്ലാ കാര്യങ്ങളും ചരിക്കുന്നത്. അപ്പോൾ കടലിൽ ശിഷ്യന്മാർ ഈ കാറ്റും കോളുമുള്ള സമയത്ത് വഞ്ചി മുങ്ങാറാവുമ്പോൾ യേശുവിനെ വിളിച്ചപേക്ഷിക്കുമ്പോൾ മത്തായി 8:26 ഇങ്ങനെ പറയുന്നുണ്ട്, അല്പവിശ്വാസികൾ നിങ്ങളിൽ നിന്ന് ഭയപ്പെടുന്നു. അവൻ എഴുന്നേറ്റ് കാറ്റിനെയും കടലിനെയും ശാസിച്ചു, വലിയ ശാന്തതയുണ്ടായി. അവർ ആശ്ചര്യപ്പെട്ടു പറഞ്ഞു, ഇവൻ ആര്? കാറ്റും കടലും പോലും ഇവനെ അനുസരിക്കുന്നുവല്ലോ. അപ്പോൾ നേരിട്ട് കൽപ്പിക്കുകയാണ്, കടലിനെ ശാസിക്കുകയാണ്. അവിടെ വെച്ചിട്ട് വേറൊരു കാര്യം കൊണ്ട് പ്രാർത്ഥിച്ച് അവിടെ ഇരുന്ന് കണ്ണീരോടുകൂടി ഇരുന്ന് പ്രാർത്ഥിച്ച് ദൈവം ഇറങ്ങി വരാൻ വേണ്ടിയില്ല, അവൻ പ്രപഞ്ചശക്തികളുടെ മേലുള്ള നേരിട്ട് അധികാരം പ്രയോഗിക്കുകയാണ് യേശു ചെയ്യുന്നത്. പിന്നെ രണ്ടാമത്, ഇത് നമുക്കറിയാം പ്രപഞ്ചം മുഴുവൻ ദൈവമാണ്, അല്ലെങ്കിൽ യേശു തന്നെയാണ് പ്രപഞ്ചത്തിൻ്റെയും കർത്താവ് എന്നുള്ള കാര്യം. രണ്ടാമത്, സാബത്ത് അന്ന് കാലത്ത് ദൈവത്തിൻ്റേതായിരുന്നു. സാബത്ത് എന്ന് പറയുന്ന സംഭവം യഹൂദന്മാർക്ക് അവിടെ ഒരു അല്പം പോലും അതിനെ കളങ്കിതമാക്കാനായിട്ട് അവർ അനുവദിക്കാറില്ല. കാരണം സാബത്തിൽ ഒരു ചെറിയ പണി പോലും എടുക്കാനായിട്ട് അവരനുവദിക്കാറില്ല. കാരണം സാബത്ത് ദൈവത്തിൻ്റെ ദിവസമാണ്, ദൈവത്തിനുള്ള ദിവസമാണെന്നാണ് യഹൂദജനം വിശ്വസിച്ചിരുന്നത്. ഇന്നും അവരതുപോലെ തന്നെയല്ലേ പോകുന്നത്. ആ ഒരു സാഹചര്യത്തിലാണ് യഹൂദന്മാരുടെ മുന്നിൽ നിന്നുകൊണ്ട് സാബത്തിൽ രോഗിയെ സൗഖ്യമാക്കിയതിന് ശേഷം പറയുന്നത് മനുഷ്യപുത്രൻ സാബത്തിൻ്റെയും കർത്താവാണെന്നുള്ളത്. കർത്താവ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇതിൻ്റെ എല്ലാം അധിപൻ, ഇതിൻ്റെ എല്ലാം ബോസ്, ഇതിനെ എല്ലാം സൃഷ്ടിക്കുന്നത്, ഇതിൻ്റെ എല്ലാം ഉടമസ്ഥൻ ഞാനാണ് എന്നുള്ളത്. മനുഷ്യപുത്രൻ എന്ന് യേശുവിനെ തന്നെയാണ് യേശു വിശേഷിപ്പിക്കാറ്. അപ്പോൾ ഇത് കേട്ടപ്പോൾ യഹൂദന്മാരൊക്കെ ആശ്ചര്യപ്പെട്ടു പോകണം, ഇവൻ എന്താണ് ഈ പറയുന്നത്? സാബത്തിൻ്റെ കർത്താവാണ് ഇവനെങ്കിൽ ഇവനെന്താ? അപ്പം അവർക്ക് ഈ രഹസ്യം അറിയില്ല, അവർക്കത് മനസ്സിലാക്കാനുള്ള ഒരു കൃപ അന്നുണ്ടായിരുന്നില്ല, അല്ലേ? യേശു താൻ ദൈവമാണ്, ഇത് എൻ്റെ ദിവസത്തെ പറ്റി ഞാൻ തന്നെയാണ്, എൻ്റെ ദിവസത്തിൽ എൻ്റെ പ്രവൃത്തിയല്ല നടക്കേണ്ടത്. കാരണം യഹൂദ നിയമം അനുസരിച്ച് യേശു തെറ്റുകാരനല്ലാതാവുന്നത് എങ്ങനെയാണ്? ഇപ്പോൾ നമ്മൾ യേശുവിനെ കുരിശ് മരണത്തിൽ യേശു ക്ലെയിം ചെയ്യുന്നതാണ് ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. അപ്പോൾ എന്നാൽ യഹൂദന്മാരുടെ കണ്ണിൽ യേശു തെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? സാബത്തിൽ അവൻ പ്രവർത്തിച്ചതുകൊണ്ട് അവൻ തെറ്റ് ചെയ്തു യഹൂദന്മാരുടെ കണ്ണിൽ. പക്ഷേ യേശുവിന് ആ തെറ്റ് ആപ്ലിക്കബിൾ അല്ലാത്തത് കൊണ്ടാണ്. യേശു ദൈവമായതുകൊണ്ട് ദൈവത്തിൻ്റെ പ്രവൃത്തികളാണ് യേശു ചെയ്തത്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി യഹൂദന്മാരുടെ വിശ്വാസം അനുസരിച്ചും യേശു തെറ്റ് ചെയ്യുന്നില്ല. പിന്നെ യഹൂദന്മാർ ക്ലെയിം ചെയ്യുന്നത് ഇവൻ ദൈവപുത്രനാണെന്ന് പറഞ്ഞു, സ്വയം ദൈവമായിട്ട്
ഇവൻ ക്ലെയിം ചെയ്യുന്നു എന്നുള്ളത്. യഹൂദന്മാരുടെ കണ്ണിൽ അത് യേശു ചെയ്തത് തെറ്റ് തന്നെയാണ്. പക്ഷേ എന്തുകൊണ്ട് യേശുവിന് അത് ആപ്ലിക്കബിൾ അല്ല? കാരണം അവൻ പറഞ്ഞത് സത്യമാണ്, ഞാൻ ദൈവപുത്രനാണ്, ഞാൻ ദൈവമാണ് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിയാൽ മാത്രമാണ് ഈ സുവിശേഷങ്ങളുടെ ബേസിക് ഇതൊക്കെ തന്നെയാണ്. അത് മനസ്സിലാക്കാതെ യേശു ദൈവമല്ലെന്ന് ക്ലെയിം ചെയ്യുകയും ബൈബിളിൽ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആൾക്കാരെ വഞ്ചിക്കുന്ന കുറേ പേര് ഇങ്ങനെ നടക്കുന്നുണ്ട്. അത് കേട്ടുകൊണ്ട് മറ്റു പലരും അതിനോടൊപ്പം നിൽക്കരുത് എന്നുള്ള കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. പിന്നീട് പറയുന്ന ഒരു കാര്യം, പാപം ക്ഷമിക്കുക എന്നുള്ളൊരു കാര്യം. അത് മാത്രം ഈ മുസ്ലിം സഹോദരങ്ങൾ, ഇസ്ലാം മതവിശ്വാസികൾ ഈ ഒരു കാര്യം മാത്രം നിങ്ങൾ ഒന്ന് ചിന്തിച്ച് നോക്കുക. നിങ്ങൾ യേശുവിനെ പ്രവാചകനായിട്ടൊക്കെ അംഗീകരിക്കുന്നുണ്ടല്ലോ. പാപം ക്ഷമിക്കാനായിട്ട് ആർക്കാണ് സാധിക്കുക? നിങ്ങൾ ബൈബിളിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ദൈവപുത്രനല്ല എന്നൊക്കെ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, യേശു പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ഇതാണ്. അതായത് തളർവാദ രോഗിയോട് നിൻ്റെ പാപങ്ങൾ യേശു പറയുന്നു ഇതാണ്. അപ്പോൾ ഈ തളർവാദ രോഗിയെ സുഖപ്പെടുത്തുന്ന സന്ദർഭമാണിത്. വാതിൽക്കൽ മർക്കോസിൻ്റെ സുവിശേഷത്തിലെ 2-ാം അധ്യായത്തിൽ പറയുന്ന ഒരു സംഭവമാണ്. അവരുടെ വിശ്വാസം കണ്ട് യേശു തളർവാദ രോഗിയോട് പറഞ്ഞു, മകനെ, നിൻ്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ അത് കേട്ടപ്പോൾ നിയമജ്ഞരിൽ ചിലർ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അവർ ചിന്തിച്ചു, എന്തുകൊണ്ടാണ് ഇവൻ ഇപ്രകാരം സംസാരിക്കുന്നത്? ഇവൻ ദൈവദൂഷണം പറയുന്നു. ദൈവത്തിനല്ലാതെ മറ്റാർക്കാണ് പാപം ക്ഷമിക്കാൻ സാധിക്കുക? അപ്പോൾ ഇന്ന് പറയുന്ന യഹൂദന്മാരും പലരും അന്നും യേശുവിനെ പറ്റി യേശുവിനോട് ചോദിച്ച കാര്യമാണ്, നിങ്ങൾക്ക് എങ്ങനെ പാപം ക്ഷമിക്കാനായിട്ട് സാധിക്കും? ദൈവത്തിനല്ലേ പാപം ക്ഷമിക്കാനായിട്ടുള്ള അധികാരം, അല്ലേ? നിങ്ങൾ ചിന്തിച്ചു നോക്കുക, ഏതെങ്കിലും ഒരു പ്രവാചകൻ ആരുടെയെങ്കിലും പാപം ക്ഷമിച്ചിട്ടുണ്ടോ? അവൻ പറഞ്ഞിട്ടുള്ളത് എന്താ? ദൈവത്തോട് പ്രാർത്ഥിക്കുക, ദൈവം നിങ്ങളുടെ പാപം ക്ഷമിക്കുന്നു എന്നാണ്. ദൈവം നിങ്ങളുടെ പാപം ക്ഷമിക്കുമെന്ന് മാത്രമാണ് ഓരോ പ്രവാചകന്മാർ സംസാരിച്ചിട്ടുള്ളത്. പക്ഷേ യേശുവിടെ എന്താണ് ചെയ്യുന്നത്? യേശു ഡയറക്റ്റാണ് പാപം ക്ഷമിക്കുന്നത്. അപ്പോൾ പിന്നീട് തുടർന്ന് ആ വചനത്തിൽ ഇങ്ങനെ പറയുന്നു, അവർ ഇപ്രകാരം വിചാരിക്കുന്നു എന്ന് മനസ്സിലാക്കി യേശു അവരോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങളിങ്ങനെ ചിന്തിക്കുന്നത്? ഏതാണ് എളുപ്പം, തളർവാദ രോഗിയോട് നിൻ്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നതോ എഴുന്നേറ്റു നിൻ്റെ കിടക്കയും എടുത്ത് നടക്കൂ എന്ന് പറയുന്നതോ? എന്നാൽ ഭൂമിയിൽ പാപങ്ങൾ ക്ഷമിക്കാൻ മനുഷ്യപുത്രന് അധികാരമുണ്ടെന്ന് നിങ്ങൾ അറിയേണ്ടതിന് അവൻ തളർവാദ രോഗിയോട് പറഞ്ഞു, ഞാൻ നിന്നോട് പറയുന്നു, എഴുന്നേറ്റ് നിൻ്റെ കിടക്കയും എടുത്ത് വീട്ടിലേക്ക് പോവുക. അപ്പോൾ അങ്ങനെ യേശു ഡയറക്റ്റായിട്ട് യഹൂദന്മാരുടെ മുന്നിൽ വെച്ചിട്ടാണ് ഈ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ നിരവധി സ്ഥലങ്ങളിൽ യേശു പാപം ക്ഷമിക്കുന്നതായിട്ട് കാണാം. അപ്പോൾ ഇങ്ങനെ പാപം ക്ഷമിക്കാനായിട്ട് ദൈവത്തിനല്ലാതെ ആർക്കാണ് സാധിക്കുന്നത്? അപ്പോൾ ഈ ഒരു സംഭവം തന്നെ മതി യേശു ദൈവമാണെന്ന് മനസ്സിലാക്കാനായിട്ട്. കാരണം ഞാൻ പറഞ്ഞു, ഈ സമയത്തൊക്കെ യേശു ഞാൻ ദൈവമാണെന്ന് ക്ലെയിം ചെയ്ത് അപ്പോൾ തന്നെ യേശുവിൻ്റെ പരസ്യജീവിതം അവസാനിക്കും. അപ്പോൾ അത് യേശു ലാസ്റ്റ് വരെ വെച്ചിരിക്കുകയാണ്. തൻ്റെ ദൈവം ഇവർ നേരെ പറയാതെ ഇവർ മനസ്സിലാക്കണം, താൻ ദൈവമാണ്, താൻ ദൈവത്തിൽ നിന്നുള്ളവനാണെന്ന് ഇവർ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് യേശു ഇങ്ങനെ ചെയ്യുന്നത്. ഇനി യേശുവിനെ ആരാധിച്ച് പലരും പറയാറുണ്ട്, യേശുവിനെ ആരും ദൈവമായിട്ട് ആരാധിച്ചിട്ടില്ല എന്നുള്ളത്. നമുക്കറിയാം, ആരാധന എന്നുള്ള സംഭവം ദൈവത്തിന് മാത്രമുള്ളതാണ്. അന്നത്തെ കാലത്തും അല്ലേ, ദൈവത്തിന് മാത്രമേ ആരാധിച്ചിട്ടുള്ളൂ. യഹൂദന്മാരായാലും ആരായാലും ദൈവത്തിന് മാത്രമേ ആരാധന കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ യേശുവിനെ ആരെങ്കിലും ആരാധിച്ചിട്ടുണ്ടോ എന്ന് പലരും ക്ലെയിം ചെയ്യാറുണ്ട്. നിങ്ങൾ എന്തിനാണ് യേശുവിനെ ആരാധിക്കുന്നത്? ബൈബിളിൽ എവിടെയാണ് യേശുവിനെ ആരാധിച്ചിട്ടുള്ളത് എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ 1-2 സന്ദർഭങ്ങൾ നമുക്ക് കാണാം. ഒന്നാമത്തെ സന്ദർഭം പലപ്പോൾ എനിക്കും തോന്നിയിട്ടുള്ളത്, അത് ചിലപ്പോൾ അവരത്രമാത്രം അത് മനസ്സിലാക്കിക്കൊണ്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമുക്കറിയില്ല. കാരണം യേശുവിൻ്റെ ജനന സമയത്താണ് കിഴക്ക് നിന്നും ജ്ഞാനികൾ യേശുവിനെ കാണാനായിട്ട് വരുമ്പോൾ യേശുവിനെ കണ്ടതിന് ശേഷം അവർ അവനെ ആരാധിച്ചു
ഈ ജ്ഞാനികളെന്ന് പറയുന്ന കിഴക്കിൽ നിന്ന് വന്ന വലിയ ജ്ഞാനികളായിട്ടുള്ളവർ ഈ ഭൂലോകത്തിൻ്റെ രക്ഷകൻ പിറക്കുമെന്നുള്ള ഒരു സൂചനയിലാണ് ഇവർ വരുന്നത്. അപ്പോൾ ഇവരത്രയും ദൂരം വരണം എന്നുണ്ടെങ്കിൽ, അത് സത്യമാണ്, ബൈബിളിൽ എഴുതിയിരിക്കുന്നത് സത്യമാണെന്നുണ്ടെങ്കിൽ, ഇവർ ജനിക്കാൻ പോകുന്ന ശിശുവിനെ പറ്റി കുറേ കാര്യങ്ങൾ കേട്ടിട്ടുണ്ടാവും. അല്ലാതെ വെറുതെ ആരൊക്കെയോ എന്തൊക്കെയോ പറഞ്ഞത് കേട്ടുകൊണ്ടൊന്നും ഇത്രയും ദൂരത്തിൽ നിന്നൊന്നും ഇവർ ഈ ഒരു നക്ഷത്രം നോക്കിക്കൊണ്ടൊന്നും ഇവിടെ വരില്ല. അപ്പോൾ അതിൻ്റെ പിറകിൽ അവർക്ക് വ്യക്തമായിട്ടുള്ള ബോധ്യമുണ്ട്, ഈ ലോകത്തിനെ ഭരിക്കാനുള്ളവൻ അല്ലെങ്കിൽ ദൈവമായിട്ടുള്ള ഒരു വ്യക്തിയാണ് ഈ ഭൂമിയിൽ ജനിച്ചിട്ടുള്ളത് എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ സാക്ഷ്യം, അതുകൊണ്ടാണ് അവർ ആ ശിശുവിനെ ആരാധിക്കുന്നത്. പിന്നെ മത്തായിയുടെ സുവിശേഷത്തിൽ മത്തായി 14:33 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, പത്രോസ് വെള്ളത്തിൽ വീണ് കഴിയുമ്പോൾ പിന്നെ പത്രോസിനെ വീണ്ടും എഴുന്നേൽപ്പിച്ച് യേശു കൊണ്ടുവരുന്നു. ആ സമയത്ത് പറയുകയാണ്, ആ സമയത്ത് വഞ്ചിയിലുണ്ടായിരുന്നവർ ശിഷ്യന്മാരായിട്ടുള്ളവർ പറയുന്നു, വഞ്ചിയിലുണ്ടായിരുന്നവർ അവനെ ആരാധിച്ചുകൊണ്ട് സത്യമായും നീ ദൈവപുത്രനാണെന്ന് പറഞ്ഞു. അപ്പോൾ അവർ ദൈവത്തിൻ്റെ പുത്രൻ എന്നുള്ള വ്യക്തമായ ബോധ്യത്തിലാണ് യേശുവിനെ ആരാധിക്കുന്നത്. അല്ലാതെ വെറുതെ വിശേഷണം കൊണ്ട് നീ ദൈവപുത്രനാണെന്നുള്ള വിശേഷണ രീതിയിലല്ല, ദൈവത്തിൻ്റെ പുത്രനാണ് ഇത് എന്നുള്ള ഉറച്ച വിശ്വാസ ബോധ്യത്തിൽ നിന്നുകൊണ്ടാണ് അവർ യേശുവിനെ ആരാധിക്കുന്നത്. അല്ലെങ്കിൽ ശിഷ്യന്മാർ ഒരിക്കലും ആരാധിക്കില്ല. കാരണം അവരൊക്കെ യഹൂദന്മാരായിട്ടുള്ളവരും യഹൂദ പാരമ്പര്യത്തിൽ നിന്നുള്ള ഒരാൾ പോലും വേറൊരാളെ ആരാധിക്കില്ല. അവരെ ആരാധിക്കണമെങ്കിൽ അത് ദൈവമാണെന്നറിഞ്ഞ ദൈവത്തെ മാത്രമാണ് അവരെ ആരാധിക്കാനായിട്ട് പോകുള്ളൂ. അപ്പോൾ അത് വളരെ കൃത്യമായിട്ട് അവരുടെ വചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി പിന്നെ കാണുന്നത് ലൂക്കായുടെ സുവിശേഷത്തിൽ 24-ാം അധ്യായത്തിൽ 52-ാം വചനത്തിൽ ഇങ്ങനെ പറയുന്നു. അതായത് യേശു അവരെ പ്രേഷിതത്വം അവരെ ഭാരമേൽപ്പിച്ചുകൊണ്ട് യേശു ഉത്ഥാനം ചെയ്തതിന് ശേഷം സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുന്ന സമയത്ത് നടന്നൊരു സംഭവമാണ്. യേശു സ്വർഗാരോഹണം ചെയ്തു കഴിഞ്ഞപ്പോൾ, അവൻ്റെ മൗത്തം ദർശിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ എഴുതി വയ്ക്കുകയാണ്, ശിഷ്യന്മാരെ പറ്റിയാണ് എഴുതി, അവർ അവനെ ആരാധിച്ചു, അത്യന്തം ആനന്ദത്തോടെ ജെറുസലേമിലേക്ക് മടങ്ങി, അവർ അവനെ ആരാധിച്ചു എന്ന് വളരെ കൃത്യമായിട്ട് എഴുതി വയ്ക്കുകയാണ്. അവർ എന്ന് പറയുന്നത് യേശുവിൻ്റെ ശിഷ്യന്മാരായിട്ടുള്ളവരാണ് അവനെ ആരാധിച്ചത്. അപ്പോൾ അതിൽ നിന്ന് വളരെ കൃത്യമാണ് ശിഷ്യന്മാർ യേശുവിനെ ദൈവമായിട്ട് തന്നെയാണ് കണ്ടിട്ടുള്ളത് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മളിവിടെ പറഞ്ഞു യേശുവിനെ പറ്റി. ഇനിയും നമുക്ക് വളരെ കുറേ വചനങ്ങൾ ഇതിനെ സാക്ഷ്യപ്പെടുത്തുന്ന, പല രീതിയിൽ സാക്ഷ്യപ്പെടുത്തുന്ന വചനങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി സുവിശേഷത്തിന് ശേഷം അപ്പസ്തോല പ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ ശിഷ്യന്മാർ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് ലോകത്തിൽ സുവിശേഷം പ്രഘോഷിക്കാനായിട്ട് പോയ സമയം, അതുപോലെ തന്നെ ശിഷ്യന്മാരെ എഴുതിയിട്ടുള്ള പൗലോസ് പ്രത്യേകിച്ച് യേശുവിനെ മനസ്സിലാക്കിയിട്ടുള്ള, യേശുവിനെയൊക്കെ നേരിട്ട് കണ്ടിട്ടുള്ളതെന്ന് പറയുന്ന പൗലോസ് ശ്ലീഹ, നേരിട്ടുള്ള യേശുവിൻ്റെ ശിഷ്യനല്ലെങ്കിലും പ്രവർത്തനം കൊണ്ട് യേശുവിൻ്റെ ശിഷ്യനായിട്ട് ശിഷ്യത്വം സ്വീകരിച്ച പൗലോസ് ശ്ലീഹയുടെ ലേഖനങ്ങളിൽ നിരവധി സ്ഥലങ്ങളിൽ നമുക്കിത് കാണാനായിട്ട് സാധിക്കും. 1 കൊറിന്തോസ് 8:6 പൗലോസ് ശ്ലീഹ വളരെ കൃത്യമായിട്ടാണ് പറയുന്നത്, എങ്കിലും നമുക്കൊരു ദൈവമേ ഉള്ളൂ, ആരാണോ സർവവും സൃഷ്ടിച്ചത്, ആർക്ക് വേണ്ടിയാണോ നാം ജീവിക്കുന്നത്, ആ പിതാവ്, ഒരു കർത്താവേ നമുക്കുള്ളൂ, ആരിലൂടെയാണോ സർവവും ഉളവായത്, ആരിലൂടെയാണോ നാം നിലനിൽക്കുന്നത്, ആ യേശു ക്രിസ്തു, ആരിലൂടെയാണോ സർവവും ഉളവായത്. അപ്പോൾ പൗലോസ് ശ്ലീഹ പറയാണ്, ഇതിപ്പോൾ ശിഷ്യന്മാരിൽ യോഹന്നാൻ പറഞ്ഞത് നമ്മൾ കണ്ടു, പല സ്ഥലങ്ങളിലും ശിഷ്യന്മാർ പറഞ്ഞ വചനങ്ങൾ നമ്മൾ കണ്ടു. ഇത് നേരിട്ടുള്ള ശിഷ്യനല്ലാത്ത പൗലോസ് ശ്ലീഹ ക്രിസ്ത്യാനികളെ ആദ്യം കൊന്നെടുക്കാനായിട്ട് വിചാരിച്ച് നടന്ന യഹൂദനായിട്ടുള്ള ക്രിസ്ത്യാനികൾ കള്ളന്മാരാണ്, യേശു കള്ളനാണെന്നൊക്കെ വിചാരിച്ച് നടന്നിരുന്ന പൗലോസ് ശ്ലീഹയ്ക്ക് യേശുവിനുള്ള ഒരു ബോധ്യം കിട്ടിയപ്പോൾ
യേശുവിൻ്റെ അനുഭവം ഉണ്ടായപ്പോൾ, മാനസാന്തരം ഉണ്ടായപ്പോൾ, യേശുവിനെ പറ്റി മനസ്സിലാക്കിയതിന് ശേഷം യേശുവിനെ പറ്റി എഴുതുന്നതാണിത്. ആരിലൂടെയാണോ സർവവും ഉളവായത്, എല്ലാനും ഉളവായത് യേശുവിൽ നിന്നാണ് എന്നുള്ളതാണ്. അപ്പോൾ ഈ പ്രപഞ്ചം സൃഷ്ടിക്കുന്നതിന് മുമ്പേ യേശു ഉണ്ട് എന്നുള്ള കാര്യമാണ് പൗലോസ്ലീഹ അവിടെ പറയുന്നത്. ഇനി കൊളോസ്സുകാർക്ക് എഴുതിയ ലേഖനത്തിൽ, കൊളോസ്സൂസ് 1-15 മുതലുള്ള വചനങ്ങൾ, അവൻ അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിരൂപവും, അവൻ അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിരൂപവും എല്ലാ സൃഷ്ടികൾക്കും മുമ്പുള്ള ആദിജാതനുമാണ്. കാരണം അവനിൽ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള ദൃശ്യവും അദൃശ്യവുമായ എല്ലാ വസ്തുക്കളും സൃഷ്ടിക്കപ്പെട്ടു. സിംഹാസനങ്ങളോ ആധിപത്യങ്ങളോ ശക്തികളോ അധികാരങ്ങളോ എന്തുമാകട്ടെ, എല്ലാം അവനിലൂടെയും അവന് വേണ്ടിയുമാണ് സൃഷ്ടിക്കപ്പെട്ടത്. അവനാണ് എല്ലാറ്റിനും മുമ്പുള്ളവൻ, അവനിൽ സമസ്തവും സ്ഥിതി ചെയ്യുന്നു. യേശുവിനെ പറ്റിയാണ് ഇത്രയും വിശേഷ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത് ഏതെങ്കിലും ഒരു പ്രവാചകൻ്റെ പേരിൽ പറയാൻ പറ്റുമോ? ഏതെങ്കിലും പ്രവാചകനെ പറ്റി ഇതിനെപ്പറ്റി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? എല്ലാം ആ പ്രവാചകനിൽ കൂടെയാണ് ഉണ്ടായത്, എല്ലാം അവന് വേണ്ടിയിട്ടാണ് സൃഷ്ടിക്കപ്പെട്ടത് എന്നുള്ളതൊക്കെ. അപ്പോൾ ഇതൊക്കെ ഒന്ന് വായിക്കുന്ന ഒരു മനുഷ്യൻ എങ്ങനെ യേശു ദൈവമല്ലെന്ന് പറയാനായിട്ട് സാധിക്കും? നിങ്ങൾ ബൈബിൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ യേശു ദൈവമല്ല, ദൈവം എന്നുള്ള അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് മാത്രമാണ് ബൈബിളിനെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുള്ളൂ. യേശു ദൈവമല്ലെന്നോ ഒരു സ്ഥലത്ത് പോലും പറയാനായിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കില്ല. എല്ലായിടത്തും അവൻ ദൈവമാണ്. അവനെ ദൈവം എന്നുള്ള സാക്ഷ്യപ്പെടുത്തലാണ് എല്ലായിടത്തും നമുക്ക് കാണാനായിട്ട് സാധിക്കുള്ളൂ. ഇനി കൊളോസ്സസ് 2:9 പറഞ്ഞു, ദൈവത്വത്തിൻ്റെ പൂർണ്ണത മുഴുവൻ അവനിൽ മൂർത്തീഭവിച്ചിരിക്കുന്നു. ദൈവത്വത്തിൻ്റെ പൂർണ്ണത മുഴുവൻ അവനിൽ മൂർത്തീഭവിച്ചിരിക്കുന്നു. കൊളോസ്സുകാർക്ക് എഴുതിയ ലേഖനമാണ് ഇത്. ബൈബിളാണ്, ബൈബിളിലെ വചനങ്ങളാണ്. ഇനി ഹെബ്രായർക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 1-ാം അധ്യായത്തിൽ 6 മുതലുള്ള വചനങ്ങൾ നമുക്കൊന്ന് കേട്ടു നോക്കാം. വീണ്ടും തൻ്റെ ആദിജാതനെ ലോകത്തിലേക്ക് അയച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞു, ദൈവത്തിൻ്റെ ദൂതന്മാരെല്ലാം അവനെ ആരാധിക്കട്ടെ. അവിടുന്ന് തൻ്റെ ദൂതന്മാരെ കാറ്റും ശുശ്രൂഷകരെ തീനാളവുമാക്കുന്നു എന്ന് ദൂതന്മാരെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. എന്നാൽ പുത്രനെ പറ്റി പറയുന്നു, ദൈവമേ, അങ്ങയുടെ സിംഹാസനം എന്നേക്കും നിലനിൽക്കുന്നു. അങ്ങയുടെ രാജ്യത്തിൻ്റെ ചെങ്കോൽ നീതിയുടെ ചെങ്കോലാണ്. അങ്ങ് നീതിയെ സ്നേഹിച്ചു, അനീതിയെ വെറുത്തു. അതിനാൽ അങ്ങയുടെ സ്നേഹിതരേക്കാൾ അധികമായി സന്തോഷത്തിൻ്റെ തൈലം കൊണ്ട് അങ്ങയുടെ ദൈവം അങ്ങയെ അഭിഷേകം ചെയ്തിരിക്കുന്നു. അങ്ങയുടെ ദൈവം അങ്ങയെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ദൈവമേ, പുത്രനെ പറ്റി പറയുകയാണ്, ദൈവമേ, അങ്ങയുടെ സിംഹാസനം എന്നേക്കും നിലനിൽക്കുന്നു. അപ്പോൾ അവിടെയെല്ലാം യേശുവിനെ ദൈവമായിട്ടെടുത്താണ് പറയുന്നത്. ഇനി ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 6-ാം വാക്യം, ദൈവത്തിൻ്റെ രൂപത്തിലായിരുന്നെങ്കിലും അവൻ ദൈവവുമായുള്ള സമാനത നിലനിർത്തേണ്ട ഒരു കാര്യമായി പരിഗണിച്ചില്ല. ദൈവത്തിൻ്റെ രൂപത്തിലായിരുന്നെങ്കിലും, അതായത് ദൈവം തന്നെയാണ് അവൻ, പക്ഷേ അവൻ അതേപോലെ കണക്ക് കൂട്ടിയില്ല എന്നുള്ളതാണ് അവിടെ പറയുന്നത്. ഇനി നേരത്തെ പറഞ്ഞ വചനത്തെ പറ്റി യോഹന്നാൻ ശ്ലീഹ തൻ്റെ ലേഖനത്തിൽ പറയുന്നുണ്ട്, ആദ്യം മുതൽ ഉണ്ടായിരുന്നതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും സൂക്ഷിച്ച് വീക്ഷിച്ചതും കൈകൊണ്ട് സ്പർശിച്ചതുമായ ജീവൻ്റെ വചനത്തെപ്പറ്റി ഞങ്ങൾ അറിയിക്കുന്നു. യേശുവിനെ പറ്റിയാണ് പറയുന്നത്. ആദ്യം നമ്മുടെ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ആരംഭത്തിൽ പറഞ്ഞു, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവമായിരുന്നു. തുടർന്ന് ഈ ലേഖനത്തിൽ വരുന്നപ്പോൾ യോഹന്നാൻ ശ്ലീഹ പറയുകയാണ്, ആദ്യം മുതൽ ഉണ്ടായിരുന്നതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടത്. അത് യേശുവിനെ കണ്ട കാര്യം, യേശുവിനെ തന്നെയാണ് ഈ വചനം എന്ന് യോഹന്നാൻ ശ്ലീഹ പറയുന്നത്.
ഇനി യോഹന്നാൻ ശ്ലീഹായുടെ ലേഖനം 1 യോഹന്നാൻ 5-ാം അധ്യായം 20-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, ദൈവപുത്രൻ വന്നെന്നും സത്യസ്വരൂപനെ അറിയിക്കാനുള്ള കഴിവ് നമുക്ക് നൽകിയെന്നും നാം അറിയുന്നു. നാം ആകട്ടെ സത്യസ്വരൂപനിലും അവിടുത്തെ പുത്രനായ യേശു ക്രിസ്തുവിലുമാണ്. ഇവനാണ് സത്യദൈവവും നിത്യജീവനും. ഇവനാണ് സത്യദൈവവും നിത്യജീവനും. അപ്പോൾ ഇത്രയും സ്ഥലങ്ങളിൽ യേശു ദൈവമാണ്, 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 ദൈവത്തിൻ്റെ പുത്രനാണ്. യേശു തന്നെ ക്ലെയിം ചെയ്യുന്നു പല സ്ഥലങ്ങളിൽ, ഞാൻ ദൈവത്തിൻ്റെ പുത്രനാണ് എന്നുള്ളതൊക്കെ ക്ലെയിം ചെയ്തിട്ടിട്ട് പോലും ഈ ബൈബിള് വായിച്ചുകൊണ്ട്, ബൈബിള് പഠിച്ചുകൊണ്ട് ഇതിലെവിടെയാണ് ദൈവം, യേശു ദൈവമാണെന്ന് പറഞ്ഞിരിക്കുന്നതെന്ന് ചോദിക്കുന്ന ആളുകളുടെ മാനസികാവസ്ഥ എന്താണെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അവരുടെ ലക്ഷ്യം എന്താണ്, എന്തുകൊണ്ടാണ് അവർ പറയുന്നത്? ഇനി ദൈവത്തിൻ്റെ തന്നെ വേറെ പല വിശേഷങ്ങളുണ്ട് അല്ലേ. ദൈവത്തെ കർത്താവ് എന്ന് വിളിക്കുന്നുണ്ട്. പല സ്ഥലങ്ങളിലും പല സുവിശേഷന്മാരും യേശുവിനെ അഭിസംബോധന ചെയ്യുന്നത് നമ്മുടെ കർത്താവാണെന്നാണ്. എൻ്റെ കർത്താവ്, കർത്താവ്, കർത്താവ് എന്നുള്ള രീതിയിൽ പലരും പറയാറുണ്ട്. കർത്താവ് എന്നുള്ളത് സാധാരണ കോമൺ ഇതാണ്. നമ്മളൊരു ലാൻഡ് ലോഡ്, കർത്താവിൻ്റെ ഇംഗ്ലീഷാണ് ലോഡ്. ഇപ്പം ഭൂമിയുടെ ഉടമസ്ഥൻ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രഭുക്കന്മാരൊക്കെ ലോഡെന്ന് കർത്താവ് എന്ന് പറയും. പക്ഷേ ഇവിടെ കർത്താവെന്ന് ഓരോ ശിഷ്യന്മാരെപ്പോഴൊക്കെ പറഞ്ഞിട്ടുണ്ടോ അവിടെയൊക്കെ എൻ്റെ ജീവിതത്തിൻ്റെ കർത്താവ്, എൻ്റെ സർവസ്വത്തിൻ്റെ കർത്താവ്, ലോകത്തിൻ്റെ കർത്താവ് എന്നുള്ള വിശേഷണത്തിലാണ് യേശുവിനെ കർത്താവ് എന്ന് വിളിച്ചിട്ടുള്ളത്. അപ്പോൾ ദൈവത്തിൻ്റെ എല്ലാ വിശേഷണങ്ങളും പല സ്ഥലത്ത് പറയുന്നു, നീ പരിശുദ്ധനാണ്, പരിശുദ്ധനാണ്, നീ ദൈവപുത്രനാണ്, അശുദ്ധാത്മാക്കൾ വരെ ക്ലെയിം ചെയ്യാണ്. അപ്പോൾ ദൈവത്തിൻ്റെ വിശേഷങ്ങളാണ് ഇതൊക്കെ. പരിശുദ്ധൻ, ദൈവപുത്രൻ, കർത്താവ്, അതുപോലെ തന്നെ ആദിയിലുള്ളവൻ, എല്ലാം സൃഷ്ടിക്കപ്പെട്ടവൻ, ഇതൊക്കെ യേശുവിൻ്റെ ദൈവത്തിൻ്റെ വിഷയം. ഇതൊക്കെ യേശുവിനെ പറ്റി തന്നെയാണ് പലരും പല സ്ഥലങ്ങളിലും യേശു തന്നെയും പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത്രയും അറിഞ്ഞിട്ട് പോലും യേശു ദൈവമല്ലെന്ന് ഇപ്പോഴും പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആൾക്കാരെന്തായിരിക്കും അവരുടെ സ്ഥിതി? വേണമെങ്കിൽ നിങ്ങൾക്കിങ്ങനെ പറയാം, ബൈബിള് മുഴുവനായി തെറ്റാണ്, ബൈബിളിലെ എഴുതിയിരിക്കുന്ന ബൈബിള് പൂർണ്ണമായും തെറ്റാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, ചിലപ്പോൾ നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാൻ പറ്റിയിരിക്കും യേശു ദൈവമല്ലെന്നൊക്കെ. പക്ഷേ ബൈബിളിൽ എഴുതിയിട്ടുള്ളത് സത്യമാണെങ്കിൽ, ബൈബിൾ നടന്നിട്ടുള്ള സംഭവങ്ങൾ, ഇനിയിപ്പോൾ ബൈബിളിൽ വിശ്വസിക്കാത്ത ആളുകൾ വരെ, ബൈബിളിൽ എഴുതപ്പെട്ട ബൈബിളിനെ പറ്റി ആധികാരികമായിട്ട് വിശ്വസിക്കാത്ത ആൾക്കാർ പോലും വിശ്വസിക്കുന്ന സംഭവമാണ് യേശു ചെയ്ത പ്രവർത്തികൾ, പല അത്ഭുതങ്ങളും നടന്നിട്ടുള്ളതാണെന്ന്. അപ്പോൾ അത്ഭുതങ്ങളിൽ നിന്ന് വരെ യേശുവിന് ഇത് സാധ്യമാവുന്നത് അവൻ ദൈവമായതുകൊണ്ടാണ് ഇതൊക്കെ സാധ്യമാവുന്നത് എന്നുള്ള കാര്യമാണ് അവിടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ പറഞ്ഞിട്ടുള്ള തെളിവുകളൊക്കെ അല്ലെങ്കിൽ വചനങ്ങളൊക്കെ വളരെ ചെറിയ കുറച്ച് മാത്രമേ ഉള്ളൂ. യേശു ദൈവമാണെന്ന് സ്ഥാപിക്കുന്ന അല്ലെങ്കിൽ യേശു ദൈവമാണെന്ന് പറയുന്ന നിരവധി വചനങ്ങൾ ഇനിയുമുണ്ട്, നിരവധി തെളിവുകൾ ഇനിയുമുണ്ട്. ഇനി ഞാൻ പറഞ്ഞു, ഇതിപ്പോൾ നമ്മൾ പുതിയ നിയമത്തിൻ്റെ കാര്യം മാത്രമാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഈ പഴയ നിയമത്തിൽ ഇങ്ങനെ കിടക്കുകയാണ് യേശുവിനെ പറ്റി ഓരോ സ്ഥലങ്ങളിലും, എവിടെയൊക്കെ പിതാവ് യേശുവിനെ പുത്രനെ പറ്റി പറഞ്ഞിട്ടുണ്ട്, എവിടെയൊക്കെ യേശുവിനെ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്, എവിടെയൊക്കെ യേശുവിനെ പറ്റിയുള്ള പ്രവചനങ്ങൾ വന്നിട്ടുണ്ട് എന്നുള്ളതൊക്കെ ഇങ്ങനെ കിടക്കുകയാണ്. ഇപ്പോൾ എമ്മാനുവേൽ പ്രവചനം, ദൈവം നമ്മോട് കൂടെ എന്നവൻ വിളിക്കപ്പെടും, എമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടും. എമ്മാനുവേൽ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ദൈവം നമ്മോട് കൂടെ, ദൈവമായിട്ടുള്ളവൻ നമ്മോട് കൂടെ വസിക്കാനായിട്ട് വരുന്നു എന്നുള്ളത് തന്നെയാണ് പഴയ നിയമത്തിൽ എഴുതി വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്രയധികം കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ള വിശ്വാസികൾക്ക് എന്തായാലും ഇതിലകം തന്നെ എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. ആ വിശ്വാസികളായിട്ടുള്ള ആൾക്കാർ ഇനിയും നിങ്ങൾ പറയുന്ന നിങ്ങളുടെ ഗുരുക്കന്മാരോ നിങ്ങളുടെ പ്രബോധകരോ നിങ്ങളെ വഴിതെറ്റിക്കാനാണ്, അല്ലെങ്കിൽ അവരെ വെറുതെ ഡിഫെൻഡ് ചെയ്യാനാണ് ഇതൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്നതെന്ന് നിങ്ങൾ ബോധമുണ്ടെങ്കിൽ മനസ്സിലാക്കുക എന്നുള്ളതാണ് നമ്മൾ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ യേശുവിനെ ദൈവമായിട്ട് അംഗീകരിക്കുന്നതിനും ആരാധിക്കുന്നതിനും ഒരു തെറ്റുമില്ല, അവൻ ദൈവം തന്നെയാണ്. വെൽക്കം ടു കോമൺ സെൻസ്.